നമസ്കാരം. കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. അതും ഈ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതാകട്ടെ ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും സമീപനങ്ങളിൽ പ്രകടമാകുന്ന ഇരട്ടത്താപ്പുകളാണ്. ഈ വിഷയത്തെ സമഗ്രമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. MLA മുകേഷിനെതിരെയുണ്ടായ ആരോപണങ്ങളും ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളും. CPM ഈ രണ്ട് വിഷയങ്ങളെയും എങ്ങനെ സമീപിച്ചുവെന്ന് പരിശോധിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ നയങ്ങളുടെ കാപട്യം അത് കൂടുതൽ വ്യക്തമാവുകയാണ്. കാരണം MLA മുകേഷിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം രാജിവെക്കേണ്ടതില്ലെന്നും CPM നേതാക്കൾ ഒന്നടങ്കം നിലപാടെടുത്തു. പൊതുജനങ്ങൾക്കിടയിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടും പാർട്ടിയാകട്ടെ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ അതേ പാർട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള നീക്കങ്ങൾ ഒരു വ്യക്തിപരമായ വിഷയമായിട്ട് അവർ കാണുന്നില്ല. പകരം അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താനും രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാനും വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പല കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ പോലും ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഈ ഗൂഢാലോചനയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കേവലം വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല, മറിച്ച് വളരെ കൃത്യമായി തയ്യാറാക്കിയ ഒരു തിരക്കഥ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടം വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്ന ഒരു വ്യക്തിയാണെന്ന പൊതുധാരണയുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി എന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ വ്യാജമാണെന്ന് സൂചനകളുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഈ ആരോപണങ്ങളെ കൂടുതൽ ദുർബലമാക്കുന്ന ഒരു വസ്തുത, അത് ഒരു സ്ത്രീ പോലും പോലീസിലോ കോടതിയിലോ ഔദ്യോഗികമായിട്ട് ഒരു പരാതി നൽകിയിട്ടില്ല എന്നതാണ്. നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമവും പാലിക്കാതെ ഈ ആരോപണങ്ങൾ ഒരു പ്രത്യേക ദൃശ്യമാധ്യമത്തിലൂടെ മാത്രം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് സംശയമുണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ മറികടക്കുന്ന മാധ്യമ വിചാരണയും അതിലെ CPM തന്ത്രങ്ങളും നിയമപരമായിട്ടുള്ള ഒരു പരാതി പോലും ഇല്ലാത്ത ഈ വിഷയത്തിൽ പോലീസ്, പ്രോസിക്യൂഷൻ, കോടതി ഈ മൂന്ന് റോളുകളും മാധ്യമങ്ങൾ സ്വയം അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഒരു വ്യക്തിയെ കുറ്റവാളി എന്ന വിധി എഴുതി സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തുന്ന ഈ പ്രവണത അതീവ ഗൗരവകരമാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പ്രതിഭാസമല്ല, മറിച്ച് നമുക്കറിയാം കണ്ണൂരിലെ CPM ശക്തി കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ അവർ ഉപയോഗിക്കുന്ന രീതിയുണ്ടല്ലോ, അത് ഈ സംഭവത്തിലും പ്രകടമാണ്. ആദ്യം ഒരു വ്യക്തിയെ സാമൂഹികമായിട്ട് ഒറ്റപ്പെടുത്തുകയും തുടർന്ന് അതിമാരകമായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അവരെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി പോലെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രചരണത്തെയും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യപടി എന്ന നിലയിൽ അദ്ദേഹത്തിനെതിരെ ഒരു വാർത്താ സമ്മേളനം അങ്ങോട്ട് നടത്തി. അതിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തി. അടുത്ത ഘട്ടത്തിൽ ഒരു രാത്രി കൊണ്ട് അദ്ദേഹത്തെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ ഈ നീക്കം വിജയിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അബോർഷൻ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആസൂത്രിതമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. നിയമപരമായിട്ട് ഒരു പരാതി ലഭിച്ചാൽ അത് പോലീസിനെ കൈമാറുകയാണ് ഏതൊരു പൗരനും ചെയ്യേണ്ടത്. പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയെ നമുക്ക് സമീപിക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഇതെല്ലാം തന്നെ മറികടന്ന് ഒരു ദൃശ്യമാധ്യമം ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതും വിചാരണ ചെയ്യുന്നതും തീർച്ചയായിട്ടും വളരെ നാണം കെട്ട ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. CPM ആകട്ടെ അവരുടെ പാർട്ടി പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന അവരുടെ ആ ഒരു രീതിയും ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഇരട്ടത്താപ്പ് അത് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. പാർട്ടിയിലെ വനിതാ നേതാക്കൾ പരാതി നൽകിയാൽ പോലും അതിൻ്റെ തീവ്രത അളക്കുന്നതും പാർട്ടി താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് അത് ഒത്തുതീർപ്പാക്കുന്നതും CPM രീതിയാണ്. എന്നാൽ ഇതിന് വിപരീതമായിട്ട് കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ സ്വീകരിച്ച അവരുടെ നടപടി വളരെ മാതൃകാപരമായിരുന്നു. കാരണം 24 മണിക്കൂറിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ച് കോൺഗ്രസ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും അവരുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ യാത്രയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്ന ഒന്ന് തന്നെയാകും. നമുക്കറിയാം CPM-നും സർക്കാരിനെ സംബന്ധിച്ച് അവർക്ക് രാഹുൽ മാങ്കൂട്ടം ഒരു പേടി സ്വപ്നമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ അവരുടെ പ്രതിസന്ധികൾക്ക് ഒരു പ്രധാന കാരണം പ്രതിപക്ഷ MLA-മാരെ നേരിടാനുള്ള അവരുടെ ഭയമാണ്. പിണറായി സർക്കാർ പല വിഷയങ്ങളിലും നാണം കെട്ട് നിൽക്കുമ്പോൾ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ പോലും അവർക്കിപ്പോൾ പേടിയാണ്, ഭയമാണ്, മടിക്കുകയാണ്. നിയമസഭാ സമ്മേളനം പോലും നടത്താൻ തയ്യാറാകാത്തതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള പ്രതിപക്ഷ MLA-മാരുടെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളെ ഭയന്നാണ്. ഒരു മാസത്തിനുള്ളിൽ നിയമസഭ ചേർന്നില്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ അടുത്ത സമ്മേളനം ചേരണമെന്ന ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥ അത് കൃത്യമായിട്ട് ലംഘിക്കപ്പെടുകയാണ്. ഇത് പിണറായി സർക്കാരിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറാനിടയാക്കും. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം CPM-നും സർക്കാരിനും തീർച്ചയായിട്ടും ഒരു പേടി സ്വപ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ, രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥയാണ് ഈ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു. ഈ രാഷ്ട്രീയ നാടകത്തിന് BJP-യുടെ പിന്തുണയുണ്ട് എന്നതും പാലക്കാട്ടെ MLA ഓഫീസിന് മുന്നിൽ നടന്ന ആ സംയുക്ത സമരങ്ങൾ പോലും വളരെ കൃത്യമായി വ്യക്തമാക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടം
യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമാണ് ഇപ്പോൾ നിലവിൽ രാജിവെച്ചിരിക്കുന്നത്. MLA സ്ഥാനം അദ്ദേഹം ഇപ്പോഴും വഹിക്കുന്നുണ്ട്. നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും CPM ഭയക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തെ തന്നെയാണ്. കാരണം ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLA രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അതേ CPM തന്നെ BJPയെ കൂടെ കൂട്ടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ കാപട്യത്തിൻ്റെ തന്നെ ഒരു തീർത്ത ഉദാഹരണമാണ്. നിയമപരമായിട്ടൊരു പരാതിയും നിലവിലില്ലാത്ത സാഹചര്യത്തിൽ മാങ്കൂട്ടം തീർച്ചയായിട്ടും തന്നെ നിരപരാധിത്വം നിയമ പോരാട്ടത്തിലൂടെ തെളിയിക്കുമ്പോൾ അത് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ചാനലുകളും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ കുടുങ്ങുമെന്ന കാര്യം തീർച്ചയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന് ഉറപ്പായിട്ടും തുടക്കം കുറിക്കും.